നമസ്കാരം. ഞാൻ ബിജി ഷോളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജി ഷോളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെ വ്യക്തമായിട്ട് നമുക്ക് ട്രേഡുകൾ മാനേജ് ചെയ്യാം. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. റെസിസ്റ്റൻസ് ലെവലാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ശ്രദ്ധിക്കുക. ഇത് നിലനിന്നിരുന്നത് ആദ്യത്തെ ഒരു 5 മിനിറ്റിന്റെ ഒരു ക്യാനിൽ തന്നെ നിലനിർത്തിയിരുന്നത് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഇടയിലാണ്. അതായത് നമ്മൾ നിഫ്റ്റി 21,834 സപ്പോർട്ട് നൽകിയിരുന്നു. 834 ഈ ഒരു ലെവലിൽ സപ്പോർട്ടായിട്ട് നിലനിർത്തിക്കൊണ്ട് നിഫ്റ്റി ഒരു സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ എപ്പോഴും ആ ഒരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത് സപ്പോർട്ടിന്റെ ഒരു താഴെ 21,834 സപ്പോർട്ടിന്റെ ഒരു താഴെ ഒരു ക്യാനിൽ ക്ലോസ് ചെയ്താലാണ് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഒരു ലെവല് സൂചിപ്പിച്ചിരുന്നു, 800 ലെവല് ബൗൺസ് ചെയ്യാനായിട്ട് ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവല് മാനേജ് ചെയ്യുന്ന രീതി കഴിഞ്ഞ ദിവസത്തെ ട്രേഡിംഗ് പ്ലാനിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. നിഫ്റ്റി 21,905 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത ബൈ സെന്റിമെന്റിലാണ്. പക്ഷെ ആ ഒരു മൂവ്മെന്റ് ആയാലും 21,964 വരെ മുകളിലേക്ക് പോയിരുന്നുള്ളൂ. അതിനുശേഷമായാലും നിഫ്റ്റിക്കായാലും പറഞ്ഞ ഒരു സപ്പോർട്ട് ലെവലിന്റെ ഒരു താഴത്തേക്ക്, അതായത് 21,834 സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ കഴിഞ്ഞ ദിവസത്തിലായാലും ആ ഒരു യെല്ലോ ലൈൻ മാർക്ക് ചെയ്തിട്ടിട്ട് നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടായിരുന്നു. അപ്പൊ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നിഫ്റ്റിയിലായാലും ആ ഒരു താഴത്തേക്ക് വരുന്ന ഒരു പവർ എപ്പോഴും ശ്രദ്ധിക്കാം. അപ്പൊ എക്സാക്റ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് പറയുന്ന ഒരു പ്ലാൻ അനുസരിച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ആ ഒരു സപ്പോർട്ടാണ് അവിടെ ഹോൾഡ് ചെയ്തിരുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ വീണ്ടും സെൽ ആക്റ്റീവായി. മാത്രമല്ല നമ്മൾ 812 സപ്പോർട്ട് പറഞ്ഞിരുന്നു, ആ ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്തിരുന്നു. അതിനുശേഷമായാലും നമ്മൾ 760, 780 സപ്പോർട്ടൊക്കെ നമ്മൾ നൽകിയിരുന്നു. പക്ഷെ അത് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നതാണ് കണ്ടത്. പക്ഷെ നമ്മൾ ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് നമ്മൾ എക്സാക്റ്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു ലെവലിലൊന്നും സപ്പോർട്ടിൽ നിന്നൊന്നും ബൈയുടെ ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. കാരണം അത് റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ഏതാണ് ബൈ എടുക്കേണ്ടത്. ഇൻ കേസ് ഇതിൻ്റെ ഒരു താഴത്തേക്ക് വന്നാൽ ഏതൊരു ലെവലിന്റെ മുകളിലാണ് ബൈ എടുക്കേണ്ടത്. എക്സാക്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് ശ്രദ്ധിക്കാം. നമ്മളെപ്പോഴും പറയാറുണ്ട്, മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ സെന്റിമെന്റ് അനുസരിച്ചാണ് എപ്പോഴും ആ ഒരു ട്രേഡിംഗ് പ്ലാൻ നമ്മൾ നൽകുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവല്. അപ്പോൾ നിഫ്റ്റി ആയാലും മാനേജ് ചെയ്യുമ്പോൾ, വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. നിഫ്റ്റിക്കായാലും 21,835 മുകളിലേക്ക് ഇപ്പൊ ഏതൊരു സപ്പോർട്ടായാലും 835 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന ഏരിയകളൊക്കെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. 835 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ നിഫ്റ്റിയിലായാലും അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് 21,810. ഇപ്പോൾ പറയുന്ന ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ സൂചിപ്പിച്ചായിരുന്നു ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക്. അപ്പൊ ഇനിയും നിഫ്റ്റി ഹയർ ലെവലിൽ നിന്ന് റിവേഴ്സ് ആകുമ്പോൾ ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് തന്നെ നിലനിർത്തി കഴിഞ്ഞാൽ വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യും. അടുത്തൊരു സപ്പോർട്ട് ലെവലിലേക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ടൊരു സാധ്യത കൂടുതലാണ്. അതായത് 21,660, അതുപോലെ തന്നെ 21,500 ഈ ഒരു രണ്ട് ലെവല് സപ്പോർട്ട് കാണുന്നുണ്ട്. ഈ രണ്ട് സപ്പോർട്ട് ലെവലിലേക്ക് നിഫ്റ്റി വരും ദിവസങ്ങളിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, 21,835 സ്റ്റോപ്പ് ലോസ്. 835 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പാടില്ല. 835 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് അതിന്റെ മുകളിൽ നിലനിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഇൻട്രാഡേയിൽ ഓപ്പൺ ചെയ്യുന്നത് ഇതിന്റെ ഒരു മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് ഏരിയ വരുന്നത് 21,000. ശ്രദ്ധിക്കുക, റെസിസ്റ്റൻസ് വരുന്നത് 21,900. അതിനുശേഷം 21,962. ഇത് രണ്ടാണ് റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 21,810 മുകളിലാണെങ്കിൽ 810 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഷോർട്ട് സെല്ലിന് വേണ്ടിയിട്ട് ഇവിടെ സപ്പോർട്ടുകൾ കാണുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സപ്പോർട്ടിനെ മാനേജ് ചെയ്യണമെങ്കിൽ
ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ പറഞ്ഞു ബൈക്ക് ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബൈക്ക് കൂടുതൽ സ്ട്രെങ്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് കൂടുതൽ സാധ്യത. 720 സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈപ്പിലെ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 660 സപ്പോർട്ട് എന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, ഇതിന്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് വീക്ക്നെസ് ആകുള്ളൂ. പിന്നെ 600 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. അതിനുശേഷമായാലും 21,485 സപ്പോർട്ട് വരുന്നത്. 505, 485 ഈ ഒരു റേഞ്ചിലാണ് ലോവർ ലെവൽ സപ്പോർട്ട് വരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലായാലും ഇത്തരം സപ്പോർട്ടുകളൊന്നും മാർക്ക് ചെയ്ത് വെക്കാനനുസരിച്ച് ഇപ്പോൾ പ്ലാൻ ചെയ്യുക. ബൈക്ക് ആണെങ്കിൽ 21,835 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണമെന്ന് മനസ്സിലാക്കുക. ഇൻ കേസ് സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്താലും റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. നമുക്ക് ഇപ്പോഴത്തേലും മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റിൽ ട്രെൻഡ് കഴിഞ്ഞ ദിവസത്തിലായാലും നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ഇപ്പോൾ ഒരു ദിവസത്തിലായാലും ബാങ്ക് നിഫ്റ്റി എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ലോവർ ലെവലിലെ കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് 45,701 ഇപ്പോൾ 701 താഴെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ക്യാനിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാം. 45,930 ഇതാണ് റെസിസ്റ്റൻസ് വരുന്നത്. റെസിസ്റ്റൻസിന്റെ മുകളിലാണെങ്കിൽ താഴത്തേക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. റെസിസ്റ്റൻസിന്റെ താഴത്തേക്ക് ക്ലോസ് ചെയ്താൽ ഒരു കാരണവശാലും ബൈ പൊസിഷൻ ഹോൾഡ് ചെയ്യരുത്. അതുപോലെ തന്നെ ഹയർ ലെവലിലേക്ക് അടുത്ത റെസിസ്റ്റൻസ് 46,245 46,245 അതായത് ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. റെസിസ്റ്റൻസിന് മുകളിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. 45,701 താഴെ ബാങ്ക് നിഫ്റ്റിയിലെ റെസിസ്റ്റൻസ് അടുത്തൊരു സപ്പോർട്ട് കുറച്ചൊരു താഴെയാണ് കാണുന്നത്. 45,300 അതുപോലെ തന്നെ 45,210 45,075 ലോവർ ലെവൽ 45,075 45,210 കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ ലോവർ ലെവൽ 45,075 അതുപോലെ തന്നെ 45,210. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും കൃത്യമായിട്ട് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ഈ ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഈ ഒരു ലെവൽ വിട്ട വീക്ക്നെസ് ആണ്. 47,701 താഴെ നിലനിർത്തി കഴിഞ്ഞാൽ വീക്ക്നെസ് ആണ്. പക്ഷെ ഇതിന്റെ ഒരു മുകളിൽ നിലനിൽക്കുമ്പോൾ അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടോ നോക്കുക. റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ട് ട്രെൻഡിൽ നിലനിൽക്കാൻ ശ്രദ്ധിക്കുക. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് വരുന്ന ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയേറെ ഷെയറുകളും കമന്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.